നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഇത്തവണ ഓണം കെങ്കേമമാക്കാൻ നമുക്ക് 5 കിറ്റുകളാണ് ലഭിക്കുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഓണ കിറ്റുകൾ, അത് നമ്മുടെ സർക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലൂടെയും സൗജന്യമായിട്ടും ഒക്കെ വിതരണം ചെയ്യുന്ന വിവിധ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡ് ഉടമകൾക്കും അല്ലാത്തവർക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി കഴിയുന്നതാണ്. റേഷൻ കടകൾ വഴിയായിരിക്കും സൗജന്യ കിറ്റിന്റെ വിതരണം നടക്കുക. മറ്റ് സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണം എല്ലാ സപ്ലൈകോ വഴിയും നമുക്ക് ലഭിക്കുന്നതാണ്. 5 കിറ്റുകൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ കിറ്റുകൾ എന്നും അത് ഏത് രീതിയിൽ വാങ്ങാമെന്നും ആർക്കൊക്കെ ലഭിക്കുമെന്നും തുടങ്ങിയ എല്ലാ വിശദ വിവരങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട്. ദയവായി ഈ വീഡിയോ തീരുന്നതുവരെ കാണുക. എല്ലാം ഞാൻ വിശദമാക്കാം. സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയാണ് ആരംഭിക്കുന്നത്. ഈ ആഴ്ച മുതൽ തന്നെ സൗജന്യ ഓണക്കിറ്റ് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി കഴിയും. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഈ കിറ്റിന് 854 രൂപയോളമാണ് വരുന്നത്. എന്നാൽ ഇത് നമുക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. ഇതാണ് നമുക്ക് സൗജന്യമായി കിട്ടുന്ന കിറ്റ്. അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും ഈ സൗജന്യ കിറ്റിന്റെ വിതരണം നടക്കും. BPL APL വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തരം കിറ്റിന്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. എന്നാൽ ഇത്തരം റേഷൻ കാർഡ് ഉടമകൾക്കും, അതായത് സൗജന്യ കിറ്റ് ലഭിക്കാത്ത റേഷൻ കാർഡുകൾക്കും അല്ലെങ്കിൽ കാർഡ് ഇല്ലാത്തവർക്കും എല്ലാം തന്നെ സപ്ലൈകോ വഴി 4 സ്പെഷ്യൽ കിറ്റുകളാണ് ഈ സമയത്ത് വിതരണം ചെയ്യുന്നത്. 4 സ്പെഷ്യൽ കിറ്റുകൾ, അതായത് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന രീതിയിലുള്ള ഒരു മിനി കിറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അത്തം, ഉത്രാടം, തിരുവോണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കിറ്റുകൾ കൂടി ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ 4 കിറ്റുകൾ കൂടി നമുക്ക് സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കും. ഓരോ കിറ്റിനും 150 രൂപ മുതൽ 500 രൂപയുടെ അധിക ഉൽപ്പന്നങ്ങളാണ് കിറ്റിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കിറ്റായി നോക്കാം. ശബരി സിഗ്നേച്ചർ കിറ്റിൽ നിലവിൽ 9 ഇനങ്ങളാണ് ഉൾപ്പെടുക. 375 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 299 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ ശബരി സിഗ്നേച്ചർ കിറ്റ് വാങ്ങാൻ വേണ്ടി കഴിയും. ശബരി ഫുഡ് പ്രോഡക്ട്സ്, മസാല പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും ഈ കിറ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് 21 ഇനങ്ങൾ ഉൾപ്പെടുന്ന അത്തം കിറ്റ്. 21 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഈ കിറ്റിന് ഏകദേശം 1280 രൂപയാണ് വരുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് 1000 രൂപ മാത്രമാണ്. ഇനി അടുത്തതായിട്ട് ഉത്രാടം കിറ്റാണ്. ഇതിൽ 25 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഉത്രാടം കിറ്റില് 1880 രൂപയുടെ കിറ്റാണിത്. പക്ഷെ നമ്മൾ മുടക്കേണ്ടി വരുന്നത് 1500 രൂപ മാത്രമാണ്. ഇതെല്ലാം തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടി കഴിയും. ഒന്നിലധികം കിറ്റുകൾ വേണമെങ്കിലും നമുക്ക് വാങ്ങി മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് തിരുവോണം കിറ്റാണ്. ഇത് ശരിക്കും മെഗാ കിറ്റാണ്. 30 ഇനങ്ങൾ ഉൾപ്പെടുന്ന തിരുവോണം കിറ്റ് ഒരു മെഗാ കിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. തിരുവോണം കിറ്റിന് 2000 രൂപയാവും. പക്ഷെ ഇതിനകത്ത് 2550 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ കൊടുക്കേണ്ട തുക എന്ന് വെച്ചാൽ 2000 രൂപ മാത്രം. അപ്പോൾ ഈ രീതിയിൽ എല്ലാം തന്നെ കിറ്റുകൾ നമുക്ക് സപ്ലൈകോയിൽ എത്തിച്ചേർന്ന് വാങ്ങുന്നതിന് വേണ്ടി കഴിയും. ഇത് കൂടാതെ തന്നെ റേഷൻ കാർഡ് ഉള്ളവരാണ് എങ്കിൽ 13 പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കിറ്റ് കൂടാതെ നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിയും. 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോ പഞ്ചസാര, അതോടൊപ്പം തന്നെ ഉഴുന്ന്, മറ്റ് ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുളക്, മല്ലി പോലുള്ളവയെല്ലാം ഇത്തരം റേഷൻ കാർഡുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും നിലവിൽ സപ്ലൈകോയിൽ സ്റ്റോക്കുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ കോംബോ ഓഫറിൽ ആയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലും നമുക്ക് സപ്ലൈകോയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തണം. കാർഡ് ഇല്ലാത്തവരും ഈ രീതിയിൽ സപ്ലൈകോയിൽ എത്തിച്ചേർന്ന് വിലക്കുറവിന്റെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. എല്ലാവരും ഓണം ആഘോഷിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും അടുത്ത അറിയിപ്പുകളുമായി ഉടൻ വരാം.